അങ്ങനെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തെളിഞ്ഞിരിക്കുന്ന ഔദ്യോഗികമായ തിരിതെളിക്കലിലേക്ക് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാന വേദിയിലേക്ക് എത്താൻ പോവുകയാണ്. പ്രധാന വേദിയിൽ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് സ്വാഗത ഗാനത്തിന്റെ നൃത്ത ആവിഷ്കാരമായിരുന്നു. ആ ആവിഷ്കാരം പകർന്നു നൽകിയത് നടി ആശാ ശരത്തായിരുന്നു. അഭിരാമി വേദിയിൽ നിന്നും പ്രധാന വേദിക്ക് അരികിൽ നിന്നും ചേരുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി 62ാമത് സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയിക്കാൻ പോവുകയാണ്. അങ്ങനെ കൊല്ലത്തിന് 5 രാപ്പകലുകൾ ആഘോഷത്തിൻ്റെയും ആഘോഷത്തിമിർപ്പിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഒക്കെ ദിവസങ്ങൾ ആയിരിക്കും. 5 നാൾ 24 വേദികളിൽ നിന്നും കലാകാരന്മാരുടെ കലാവിരുന്ന പ്രേക്ഷകരിലേക്ക് ചടുലതയോടുകൂടി മാതൃഭൂമി ന്യൂസ് ഓരോ നിമിഷവും എത്തിക്കും. ഇപ്പോൾ അഭിരാമി മോഹൻ ചേരുന്നുണ്ട് പ്രധാന വേദിക്ക് അരികിൽ നിന്ന്. അഭിരാമി, ഇനി വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട നമ്മൾ ഉറ്റുനോക്കുന്ന ആ ഒരു തിരിതെളിക്കൽ ചടങ്ങാണ്. അതിനായി മുഖ്യമന്ത്രിയൊക്കെ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആവേശപൂർവ്വം ഉത്സാഹത്തോടുകൂടി കണ്ടത് നൃത്താവിഷ്കാരം, അത് സ്വാഗത ഗാനത്തിൻ്റെതായിരുന്നു. അങ്ങനെ വളരെ രസകരമായ കൂടുതൽ മിഴിവേകുന്ന നിമിഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മാതൃഭൂമി ന്യൂസ് എല്ലാം സജ്ജമല്ലേ? ഇനിയുള്ള ഇന്നത്തെ മറ്റ് വിരുന്നുകൾ, കലാരൂപങ്ങൾ, കൗമാരക്കാരുടെ അരങ്ങ് തകർക്കുന്ന ഇനങ്ങളൊക്കെ ഏതാണ് അഭിരാമി? അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്ത് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം ആരംഭിക്കും. അതുപോലെ തന്നെ ഒരു 11 മണിയോടുകൂടി തന്നെ എല്ലാ വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കും. ഇന്നുള്ള പ്രധാന മത്സരം എന്ന് പറയുന്നത് സംഘനൃത്തമാണ്. സംഘനൃത്തമുണ്ട്, അതുപോലെ തന്നെ ഭരതനാട്യ മത്സരമുണ്ട്, മാർഗംകളിയുണ്ട്, ലളിതഗാനമുണ്ട്, സംസ്കൃത സ്കിറ്റുണ്ട്. അങ്ങനെ നിരവധി പരിപാടികൾ, പ്രേക്ഷകരെ ആകർഷിക്കുന്ന നിരവധി പരിപാടികൾ, കലാരൂപങ്ങൾ ഇന്ന് വരാനിരിക്കുന്നുണ്ട്. വേദികളൊക്കെ തന്നെ ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞു. നിരവധി ആളുകളാണ് ആശ്രാമത്തെ പ്രധാന വേദിയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമാണ് കലോത്സവത്തിന് എപ്പോഴും കൊഴുപ്പേകുന്ന, നമുക്ക് തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം എന്ന് പറയുന്ന പോലെ കലോത്സവത്തിന് എപ്പോഴും കൊഴുപ്പേകുന്ന ഒരു നൃത്ത ഇനമാണ് സംഘനൃത്തം. ആ സംഘനൃത്തം വൈകിട്ടാണ്. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ സംഘനൃത്തം വൈകിട്ടാണ്. വൈകിട്ട് ഈ ആശ്രാമം മൈതാനത്തിലെ പ്രധാന വേദി നിറഞ്ഞു കവിയുമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ നിറയെ മത്സരങ്ങളാണ്. വേദിയിൽ നിന്നും വേദിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതുപോലെ തന്നെ കാണാനെത്തുന്നവർ, സാധാരണക്കാർ, അങ്ങനെ നിരവധി ആൾക്കാരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിരാമി, നമ്മുടെ ടീമംഗങ്ങളൊക്കെ ഇവിടെ, നമ്മുടെ അരുൺ അമർനാഥൊക്കെ ആവേശത്തോടുകൂടി പുതിയ കളർ ഡ്രസ്സൊക്കെ ഇട്ടാണെന്ന് ഇന്ന് അരങ്ങിലേക്ക് ഇറങ്ങുന്നത്. ഒപ്പം നമ്മുടെ ഒരുപാട് വ്യത്യസ്തമായ മുഹൂർത്തങ്ങൾ പകരാൻ വേണ്ടി നമ്മുടെ ഉത്സാഹഭരിതരായ ടീമിനെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം, കോഴിക്കോടൊക്കെ ഉള്ള മത്സരങ്ങളിലൊക്കെ എന്തെല്ലാം ആവേശങ്ങളും പുതിയ അനുഭവമാണ് പ്രേക്ഷകരിലേക്ക് പകർന്നത്. കൊല്ലത്തേക്ക് എത്തുമ്പോൾ കൊല്ലത്തിന് ഒരുപാട് കാര്യങ്ങൾ, ഈ കലാരൂപങ്ങൾ, ആ വിരുന്നുകളൊക്കെ നൽകാനും പകർന്നു നൽകാനൊക്കെ ഉണ്ട്. ആ കൊല്ലത്തേക്കാണ് എന്തായാലും കലാകാരന്മാരെല്ലാം ഒത്തുകൂടുന്നത്. അതുകൊണ്ട് ഇത്തവണ കൊല്ലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വിരുന്നുകൂടി ഒരുക്കിയിരിക്കുന്നു. 14,000-ഓളം മാറ്റുരയ്ക്കാനെത്തുന്ന കൗമാരക്കാരെന്ന് പറയുമ്പോൾ ഏഷ്യയിലെ വലിയൊരു കലാരൂപം എന്ന് പറയുന്നതിനോട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇനിയുള്ള നിമിഷങ്ങളൊക്കെ എത്രത്തോളം രസകരമായിരിക്കും. കലാരാവിൻ്റെയും, കാരണം രാപ്പകലാണ് ഈ വിരുന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതെ, രാപ്പകൽ. ഇനി എനിക്ക് പറയാൻ തോന്നുന്നു, കൊല്ലം ഇനി ഉറങ്ങാത്ത 5 ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്ന്. കാരണം അത്രത്തോളം ആവേശമാണ്. പല മത്സരങ്ങളും ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അപ്പോൾ കൊല്ലം ഉറങ്ങാത്ത ഒരു 5 ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളും വേദിയിൽ നിന്ന് വേദിയിലേക്ക് നമ്മളും അതിൻ്റെ ആവേശത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അരുൺ അമൃതനാഥിനെയൊക്കെ നേരത്തെ അന്വേഷിച്ചിരുന്നു. അരുണൊക്കെ പല വേദികളിലേക്ക് ക്യാമറ കണ്ണും തുറന്ന് അരുൺ പോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും മികച്ച ദൃശ്യങ്ങളും നമുക്ക് മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ കാണാം. അതിൻ്റെ ആവേശത്തിലാണ്, കലോത്സവത്തിൻ്റെ ആവേശം ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളും ശ്രമിക്കുന്നത്. ഇവിടെ മുഴുവൻ ആവേശമാണ്. ആ ആവേശത്തിൽ ഞങ്ങളും അങ്ങനെ ഓരോ വേദിയിൽ നിന്നും വേദിയിലേക്ക് ഓടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരി അഭിരാമി, എന്തായാലും നമ്മൾ അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് ഔദ്യോഗിക നടപടിക്രമത്തിലേക്കാണ്. കാരണം തിരിതെളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതിനുശേഷമായിരിക്കും ഈ കലാവിരുന്നിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കും പുതിയ കാഴ്ചകളിലേക്കും നമുക്ക് എത്താം.